ഇന്ന് ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്നത്തേക്ക് 79 വർഷം പൂർത്തിയായി. ഈ ഒരു സമയത്ത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഓർത്തുകൊണ്ടും സ്മരിച്ചുകൊണ്ടും ഇന്നത്തെ ഒരു വീഡിയോ തുടങ്ങാം കേട്ടോ. സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മധുരപലഹാരം നമ്മളെ വീട്ടിലുണ്ടാക്കണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഏട്ടനോട് തലേ ദിവസം തന്നെ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ ശർക്കര ഏലക്കായൊക്കെ കൊണ്ടു തന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ കൂവപ്പൊടിയുടെ പായസമാണ് കേട്ടോ, അല്ലെങ്കിൽ കൂവക്കുറുക്ക്, കൂവപ്പായസം എന്നൊക്കെ പറയേ. അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അംഗനവാടികളിലും സ്കൂളുകളിലൊക്കെ ഉണ്ടല്ലോ ഇന്ന് പായസം ഉണ്ടാക്കുന്നൊരു ദിവസമാണല്ലോ. എല്ലാവരും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം പല രീതിയിലാണല്ലോ ആഘോഷിക്കുന്നത്. അപ്പോൾ ഞങ്ങളും ഞങ്ങളെ വീട്ടിലിതാ ചെറിയൊരു പായസം വെച്ചിട്ട് നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കൂവപ്പൊടിയൊക്കെ എടുത്ത് നന്നപോലെ വെള്ളത്തിൽ കുറുക്കി വെച്ചിട്ടുണ്ട്. കുറുക്കിയിട്ട് കുറുക്കല്ല, അങ്ങനെ എന്താ പറയുക, അരിച്ച് വയ്ക്കുക. അതിലെന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള കൂവപ്പൊടിയാണ് കേട്ടോ. എല്ലാ വർഷത്തിലും നമ്മളിങ്ങനെ കൂവപ്പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഏറ്റവും നല്ലതാണ് കേട്ടോ ശരീരത്തിന് കൂവപ്പൊടി എന്ന് പറയുന്നത്. മൂത്രാശയ രോഗങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണിത്. മൂത്രപ്പഴുപ്പൊക്കെ ഉണ്ടായാൽ കൂവപ്പൊടീൻ്റെ വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ചാൽ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. ഇത് പിന്നെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ് നമ്മൾ കൂവപ്പൊടി. അത് വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ 4-5 ശർക്കരയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പായസം ഉണ്ടാക്കാനായിട്ട്. ഞാനൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്തേ, ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത്, ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ക്ലബ്ബിൽ നിന്നൊക്കെ പായസം കിട്ടിയിരുന്നു കേട്ടോ. അങ്ങനെ ആ പായസമൊക്കെ കുടിച്ച് വീട്ടിലെത്തിയിട്ട് പിന്നെയും പായസം വേണം തോന്നും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, തൂക്കുപാത്രം കൊണ്ട് പിന്നെയും പോകും കേട്ടോ പായസം വാങ്ങാനായിട്ട്. അങ്ങനെ ചെന്നിട്ട് നമ്മൾ പായസമൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കുടിക്കും. വീട്ടിൽ നിന്ന് അച്ഛനും ഏട്ടനൊക്കെ പോകും കേട്ടോ. അത് രാവിലെ പോകും പായസമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ. അന്നൊക്കെ നല്ലൊരു രസമായിരുന്നു കേട്ടോ. നാട്ടിലൊക്കെ അങ്ങനെയുള്ള കൂട്ടായ്മകളും ഒത്തൊരുമകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നു. അതിന് ശേഷം തോന്നുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാണ്ടായി. ഇപ്പം അങ്ങനെ എവിടെയും അങ്ങനെ നാട്ടിലൊന്നും അങ്ങനെ പായസം വെക്കലും കൊടുക്കലൊന്നും ഇല്ലല്ലോ, ഒക്കെ നിർത്തലാക്കിയില്ലേ. ഞാനെപ്പോഴും പറയാൻ മക്കൾക്കൊന്നും അങ്ങനെയുള്ളൊരു അനുഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്നത്തെ കാലത്ത്. അങ്ങനെ സ്കൂളിൽ നിന്നുള്ള പായസം കൂടി പോരല്ലേ, അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ ക്ലബ്ബുകളിൽ നിന്നുള്ള പായസം കൂടിയോ അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനെ ഞാനിതാ നമ്മളെ തേങ്ങ പൊളിക്കാൻ കേട്ടോ. പിന്നെ ആണെങ്കിൽ പായസമൊക്കെ വെക്കണമെങ്കിൽ ഇപ്പോൾ കുറച്ച് പാടാണ്. തേങ്ങ നല്ലോണം വേണമല്ലോ പായസത്തിന്. തേങ്ങാപ്പാലുള്ള പായസമാണെങ്കിൽ നല്ലപോലെ തേങ്ങ വേണം. തേങ്ങക്കാണെങ്കിൽ ഭയങ്കര ഡിമാൻഡ്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാനിന്ന് കൂവപ്പൊടീൻ്റെ പായസമാക്കിയത്. തേങ്ങ വെള്ളം വേണമെന്നാ. തേങ്ങ വെള്ളം എൻ്റെ മോൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ തേങ്ങ പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ വെള്ളം കുടിക്കാൻ. അത് പൊട്ടിക്കുന്ന ഒച്ച കേൾക്കുമ്പോഴത്തേക്ക് ആൾ ഓടിയെത്തും. അപ്പോൾ ഇന്ന് തേങ്ങ പൊളിക്കുമ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ നോക്കി നിന്നേന്നു. പിന്നെ ഞാൻ വേഗം വിളിച്ചിട്ട് കൊടുക്കുകയാണേ. തേങ്ങാ വെള്ളം നിർത്താണ്ട് കുടിക്കുന്നുണ്ട് ആൾ. അതൊക്കെ ഏറ്റവും നല്ലതല്ലേ. മായമില്ലാത്ത പാനീയങ്ങളാണ് തേങ്ങാ വെള്ളമൊക്കെ. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശർക്കരപ്പാവ് വേഗം ഉരുക്കി അതിന് എന്താ പറയുക, അതിൻ്റെ ഒരു കല്ലൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം സ്കൂളിട്ട് വരുമ്പോൾ ഇല്ലേച്ചാൽ എൻ്റെ അനുമോൾക്ക് ഭയങ്കര കല്ലിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പായസമൊക്കെ ആണെന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാവും. ഇപ്പം ഇനി സ്കൂളിൽ നിന്ന് കുടിച്ച് വന്നാലും വീട്ടിലത്തത് വേണ്ടാന്നൊന്നും പറയില്ല കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആൾക്ക് എന്തായാലും അറിയേണ്ടി വരും. പിന്നെ നമ്മളെന്തുണ്ടാക്കിയാലും അത് മറ്റുള്ളവർ കുടിച്ച് അവരെ മനസ്സെന്ന് അറിയുമ്പോഴാണല്ലോ നമ്മളെ അമ്മമാർക്കും അല്ലെങ്കിൽ നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ നമ്മുടെ മനസ്സെന്ന് അറിയാം. അങ്ങനെ നമ്മളെ പായസ പരിപാടിയിലാണ് കേട്ടോ. ആദ്യം ഇച്ചിരി വെള്ളം തിളപ്പിച്ചിട്ടാണ് കേട്ടോ അതിലേക്കാണ് നമ്മളെ കൂവപ്പൊടീൻ്റെ ആ കുറുക്കി വെച്ചിട്ടുള്ള ആ ഒരു കുറുക്കല്ല, എന്താ പറയുക, അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്ലെച്ചാൽ അത് പെട്ടെന്ന് അടി പിടിക്കും. നമ്മളിങ്ങനെ കുറുക്കാണ്ട് കൈയെടുക്കാണ്ട് ഇളക്കി കൊണ്ടിരിക്കണം, അല്ലെച്ചാൽ വേഗം അത് അടി പിടിക്കും. അപ്പോൾ ഇതാ നമ്മളെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള കൂവപ്പൊടിയും ഞാൻ കുറച്ച് ഏലക്കായും കൂടെ ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്.
ഇനിയാണ് കേട്ടോ നമുക്ക് ടാസ്ക് ഉള്ളത്. ടാസ്ക് എന്ന് വെച്ചാൽ നല്ലോണം ഇളക്കിങ്ങോണ്ട് നിൽക്കണം, കൈ ഇടാണ്ട് ഇളക്കണം. അല്ല വെച്ചാൽ കട്ട പിടിച്ച് നമ്മൾ അടപ്രഥമൻ്റെ പായസമല്ലേ അതുപോലെ ഇങ്ങനെ ആയി വരും, കട്ടായി വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു സുഖം കിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ പായസമായതുപോലെ ലൂസായി ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം. അങ്ങനെ നന്നായിട്ട് കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ. അനുമോൾക്കിന്ന് സ്കൂളിൽ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദേശഭക്തി ഗാനം, പതാക ഗാനം, അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കൂവപ്പൊടി നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുക. ഞാൻ കുറച്ചധികം ശർക്കര എടുത്തോ എന്നൊരു സംശയം, ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ ഒരുപാട് തേങ്ങ ഉള്ളതുപോലെ തോന്നും കേട്ടോ, പക്ഷേ ഒന്നാകെ ഇളക്കി വന്നപ്പോൾ അധികം ഇല്ലേന്നു കേട്ടോ. കാരണം അത്യാവശ്യം ഈ ഒരു പാത്രത്തിന് നല്ലപോലെ പായസം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഇങ്ങനത്തെ പായസമൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി അഥവാ അതൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റാണ് ഇതിന്, അപാര ടേസ്റ്റാണ്. നമ്മൾ വെറുതെ ഈ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പായസങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ആയില്ലേന്ന് വെച്ചിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഏട്ടനെ. അപ്പോൾ ആക്കിങ്ങനെ ഈ അലുവ ഉണ്ടാക്കൂലേ അതുപോലെ ആയി നിൽക്കണം. അപ്പോൾ ഞാൻ അതിനൊന്നും സമയമില്ല, എന്നാലും വേഗം കിട്ടുകയും വേണം. അപ്പോൾ വേഗം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പാത്രത്തിലേക്ക് എടുത്തിട്ട് വേഗം കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. കുടിച്ച് നോക്കിയിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് വെച്ചപ്പോൾ ആൾ രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ അല്ലിമോള് വന്നു, സുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഉണ്ടാക്കും കൂടെ കുറേശ്ശെ പായസം കൊടുത്തു, ഒരു കുടിച്ചു. അപ്പോൾ അത് പിന്നെ നമ്മൾ അനുമോളും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ അനുക്കുട്ടി അമ്മൂസും കുട്ടി കൂടി പിന്നെയും പായസം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ചെറുതായിട്ടൊരു പായസം വെച്ചിട്ട് നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ.